ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും നമ്മൾ മുൻപ് ചിന്തിച്ചിട്ടുള്ള ചിന്തയുടെ സംശയം വന്ന ഭാഗങ്ങൾ തന്നെ വീണ്ടും ചിന്തിക്കുകയാണ്. ലോകത്തിൽ ഉപദേശങ്ങളുടെ വൈവിധ്യം വളരെയാണ്. എന്നാൽ മുഖ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. യേശുവിൻ്റെ ദൈവത്വം എന്ന് പറയുന്നത് യേശു ദൈവമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. അവനിൽ ദൈവമല്ലാതെ മറ്റൊന്നുമില്ല. അവൻ ജനിച്ചുവെങ്കിൽ അതും അവൻ്റെ ദൈവിക വശം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം. മറ്റൊരു കൂട്ടം അവൻ ദൈവമേ അല്ല, അവൻ സാധാരണ ഒരു മനുഷ്യൻ, ഈ ലോകത്തിൽ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചൊരു മനുഷ്യൻ, ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ഏറ്റവും അപകടകരമായ നിലയിൽ പോകുന്നതാണ്. കാരണം അവന് സാധാരണ മനുഷ്യനാണ്. ദൈവത്വവുമായിട്ടുള്ള ബന്ധത്തിലൊന്നും അവനിലൊന്നും ഇല്ല എന്ന് പറയുന്നത് ഏറ്റവും അപകടമാണ്. കാരണം അവനിൽ പാപിയായ മനുഷ്യനും ദൈവവും തമ്മിൽ നിരപ്പ് വന്ന ഒരു ഇടമാണത്. അതിൻ്റെ കാരണം രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടായാൽ മൂന്നാമതൊരാൾ അതിനെ ഒത്തുതീർക്കാനായിട്ട് വന്ന ഒരു മുറിക്കകത്താണ് വന്നതെന്നിരിക്കട്ടെ. ആ മുറിക്കകത്തോ അവർ രണ്ടുപേരും നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം അവരെ രണ്ടുപേരെയും തമ്മിൽ പറഞ്ഞോ വേണ്ട കാര്യങ്ങൾ ചെയ്തോ തമ്മിൽ രമ്യമാക്കുന്നത് പോലെ, നിരപ്പാക്കുന്നത് പോലെയാണ് ക്രിസ്തുയേശു എന്ന മനുഷ്യനിൽ കൂടി ദൈവവും പാപികളായ മനുഷ്യരും ഐക്യമത്യത്തിലേക്ക് വന്നത്, അതായത് നിരപ്പിലേക്ക് വന്നത്. അവർ തമ്മിലുണ്ടായിരുന്ന എല്ലാ ഭിന്നതകളും അതോടുകൂടി തീർന്നു. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ഇടമാണ് യേശു എന്ന ശരീരം. ഈ യേശു എന്ന ശരീരത്തിൽ നമ്മൾ ലോകത്തിലുള്ള സകല മാനവരാശിയുടെയും പാപം, അവൻ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചില്ല, അവൻ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. ഇത് മുഴുവനും ആ മനുഷ്യനെ കുറിക്കുന്നതാണ്. ഒരു യഹൂദൻ എന്ന് പറഞ്ഞാൽ, ആ യഹൂദൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ എന്നാണ് പ്രമാണം. ഒരു മനുഷ്യൻ നീതിമാനായി തീർന്നാൽ ആ നീതിമാന്റെ സന്തതിയിൽ ദൈവം വരുമെന്നാണ്. അത് തുടർന്നുള്ള തലമുറയിൽ അത് വെളിപ്പെട്ട് കാണും എന്നാണ് പ്രമാണം. അങ്ങനെ വരുമ്പോൾ അബ്രഹാം ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് സാക്ഷ്യം പ്രാപിച്ച് അവൻ്റെ തലമുറയിൽ കൂടി വരുന്ന മശിഹ ജനിക്കും, നിന്റെ സന്തതി മുഖാന്തരം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള കർത്താവിൻ്റെ വചനപ്രകാരം മശിഹ ജനിക്കാനുള്ളൊരു തലമുറയായി അബ്രഹാമിൻ്റെ സന്തതി പുറപ്പെട്ടു വരികയാണ്. അത് നിശ്ചയമായിട്ടും ദൈവമുണ്ട്, അത് ദൈവത്തിൻ്റെ തേജസ്സുണ്ട് അതിനകത്ത്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാൾ കൂടുതൽ തേജസ്സും ഭംഗിയും രൂപഗുണവും ആകാരവടിവും ഉള്ളത് യഹൂദനായിരിക്കണം. മറ്റാരേക്കാൾ കൂടുതൽ യഹൂദനത് അവകാശമായി ലഭിക്കുന്നതാണ്. കാരണം അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പാകെയുള്ള നീതി മുഖാന്തരം അത് സാധിച്ചു കിട്ടണം. എന്നാൽ ഇവനെ സംബന്ധിച്ച് പറയുകയാണ്, രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അനേകരുടെ പാപം അവൻ്റെ ശരീരത്തിൽ അവൻ വഹിച്ചു. അത് തന്നെ അതിൻ്റെ കാരണം. മനുഷ്യവംശത്തിൻ്റെ മുഴുവനും പാപം അവൻ്റെ മേൽ ദൈവം ചുമത്തിയെന്നാണ്. അപ്പോൾ സകല പാപികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പാപജഡത്തിൻ്റെ സാദൃശ്യം അവനിലുണ്ടായിരുന്നു. പാപം രക്തത്തിലുണ്ടായിരുന്നില്ല, കർമ്മഫലം അനുഭവിക്കാനുള്ള കർമ്മം അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ രക്തം
വിശുദ്ധമായിരുന്നു. കാരണം നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആ രക്തത്തിൽ കലർപ്പില്ല. അപ്പം ശരീരം മാനവരാശിയുടെ പാവങ്ങളെ വഹിക്കുന്നതും രക്തം നിർമ്മല രക്തവും നിഷ്കളങ്ക രക്തവും. ഇതായിരുന്നു അവൻ്റെ അവസ്ഥ. ഈ നിഷ്കളങ്ക രക്തം എന്ന് പറയുന്നത് മനുഷ്യവംശം മുഴുവനും വന്നു നിൽക്കുന്നത്, മനുഷ്യവംശം മുഴുവനും നിരപ്പിനായിട്ട് വന്നു നിൽക്കുന്നത് തങ്ങളുടെ പാപവുമായി പ്രതിനിധിയായി ജഡത്തിൽ വന്നു നിൽക്കുന്നു. ദൈവമോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉളവായ ജീവനാൽ ചലിക്കപ്പെടുന്ന രക്തത്തിൽ ദൈവവും വന്നു നിൽക്കുന്നു. രണ്ടുപേരും വന്നു നിൽക്കുക. ആ വാക്യം നമുക്കൊന്ന് വായിക്കണം. എങ്ങനെയാണ് അത് കൂടിച്ചേരൽ എന്നുള്ളത് നമ്മൾ ശ്രദ്ധയോടെ നോക്കി നിൽക്കണം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. 53 യെശയ്യാപ്രവചനം. നമ്മുടെ അകൃത്യങ്ങൾ മുഴുവനും ദൈവം യേശുവിൻ്റെ ശരീരത്തിൽ ചുമത്തി, അവൻ്റെ മേൽ ചുമത്തി. ഇനി ഈ ശരീരത്തെ ചലിപ്പിച്ചിരുന്ന രക്തമുണ്ട്. ഈ രക്തത്തിൽ 2 വശമുണ്ട്. ഒന്ന് ജഡാംശമുണ്ട്. അതായത് രക്തം ഒരാളുടെയോ ഒരു മൃഗത്തിൻ്റെയോ രക്തം എടുത്ത് നമ്മളൊരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് കട്ടയാവും, ഇല്ലെങ്കിൽ മണ്ണിലൊഴിച്ചാൽ മണ്ണോട് ചേരും. അതതിൻ്റെ ജഡാംശമാണ്. ജഡത്തിൽ 2 വശമുണ്ട്. ജഡത്തിൻ്റെ ഒരു വശം ജഡവും ജഡാംശവും, അതാ ചുവന്ന കളറും അങ്ങനെയുള്ളതൊക്കെ കാണുന്നത് ജഡമ തന്നെയാണ്, മണ്ണ് തന്നെയാണ്. അത് ജഡാംശവും. എന്നാൽ ആ ജഡത്തെ ജീവിപ്പിക്കുന്ന ജീവനുമുണ്ട്. ഈ ജീവിപ്പിക്കുന്നത് എന്തിനാലാണ്? അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. പരിശുദ്ധാത്മാവിനാൽ ഉളവായ ജീവനാണ് യേശുവിൻ്റെ ജീവൻ. അപ്പം ദൈവം തൻ്റെ ആത്മാവിനാൽ ഉളവായ ജീവനാൽ യേശുവിൻ്റെ സിരകളിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് വചനം വായിക്കണം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ദൈവസഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറയുന്ന വാക്കതാണ്, നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. പിന്നെ ദൈവം തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അപ്പം ഈ സഭയെന്ന് പറയുന്നത് ദൈവം തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാണ്. തൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആ രക്തമാണ്, അത് ദൈവത്തിൻ്റെ രക്തമാണ്. ദൈവത്തിൻ്റെ രക്തമാണെങ്കിൽ ദൈവത്തിൻ്റെ ജീവനാണ്. ദൈവത്തിൻ്റെ ജീവനാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിലായിരിക്കണം. അതുകൊണ്ടാണ് അതിനും പറയുന്നത്, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാകുന്നു. അതുകൊണ്ട് ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടം. ആ ദൈവത്തിൽ നിന്ന് പുറപ്പെടും, ദൈവത്തിൻ്റെ ആത്മാവ് പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ജീവിപ്പിക്കുന്നു. ഈ ജീവൻ യേശുവിൻ്റെ രക്തത്തിൽ കൂടി കൊള്ളുന്നു. അപ്പോൾ ഒരു വശത്ത് വന്ന് നിൽക്കുകയാണ്, ദൈവം വന്ന് നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ മധ്യത്തിലാണ് മധ്യസ്ഥൻ. ഇതിൻ്റെ മധ്യത്തിൽ ഒരു മധ്യസ്ഥൻ വന്ന് നിൽക്കുകയാണ്. ഒരു വശത്ത് ദൈവം വന്ന് നിൽക്കുന്നു, ഒരു വശത്ത് പാപജടം വന്ന് നിൽക്കുന്നു. ഇതിനിടയിലാണ് ഇവിടെ ദൈവത്തിൻ്റെ കോപം വരുന്നത്. കാരണം ദൈവത്തിൻ്റെ കോപം വന്ന് ഇവിടെ ഈ പാപമുള്ളത് ദഹിക്കാൻ പോവാ, നശിക്കാൻ പോവാ. നമ്മൾ യാഗപീഠത്തിൻ്റെ വ്യവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് സമാഗമന കൂടാരത്തിന് മുമ്പാകെ യാഗപീഠം ഒരുക്കിയതിന് ശേഷം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ആ യാഗവസ്തുവിനെ ദഹിപ്പിച്ച് കളഞ്ഞു. നമ്മൾ ഓർക്കണം, യാഗപീഠം ഒരുക്കിയതിന് ശേഷം മൃഗത്തെ അറുത്ത് തൊലി പൊളിച്ച് മാംസഖണ്ഡങ്ങൾ കഷ്ണങ്ങളായി നുറുക്കി ഈ യാഗപീഠത്തിന്മേൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതവർഗം
ആ ശുശ്രൂഷകളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ഭൂമിയിലെ തീയല്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ഏത് തീ? മുൾപ്പടർപ്പ് കണ്ട തീ. മുൾപ്പടർപ്പ് കണ്ട തീ. മനുഷ്യ ഈ ലോകത്തിലെ തീയല്ല. ഈ ലോകത്തിലെ തീ ആണെങ്കിൽ ഒരു പക്ഷേ യാഗപീഠത്തിനും കേടുവരും, മറ്റടുത്ത് നിൽക്കുന്ന പലതിനും കേടുവരും. കാരണം ഇത് മുൾപ്പടർപ്പിനോട് അതിന് വൈരാഗ്യമില്ല. ആ തീക്ക് ശത്രു അല്ല മുൾപ്പടർപ്പ്, അതിന് ശത്രു നിന്ന് പാപമാണ്. ഈ ഇരിക്കുന്ന യാഗപീഠത്തിൽ നുറുക്കി വെച്ചിട്ടുള്ള ആ മൃഗത്തിൻ്റെ മാംസകഷ്ണങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപം ഉൾക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അവിടെ മാത്രമേ ആ കോപം വരുള്ളൂ. ഈ തീ ഇറങ്ങി ഇത് ദഹിപ്പിച്ച് കളഞ്ഞു. യാഗപീഠത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് സ്വർഗത്തിലെ തീ യാഗപീഠത്തിലേക്ക് വന്നതും അവിടുന്ന് കത്താൻ തുടങ്ങിയതും. ആ തീയാണ് പിന്നെ ഒരിക്കലും കെടാതെ സൂക്ഷിക്കണം എന്ന് ഇസ്രായേലിന് ദൈവം കൽപ്പന കൊടുത്തത് ആ തീയാണ്. അപ്പം അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്, യാഗപീഠം ഒരുക്കി യാഗപീഠത്തിന്മേൽ മൃഗത്തെ അറുത്ത് കൊണ്ടുവന്ന് കഷ്ണം കഷ്ണമായിട്ട് നുറുക്കി വെച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതുപോലെ തന്നെ ദൈവത്തിന് മുമ്പാകെ നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഒരു ശരീരം ഒരുക്കി കൊണ്ടുവന്നു. മാനവരാശിയുടെ സകല പാപവും ആ ശരീരത്തിൽ ഉൾക്കൊള്ളിച്ചു. ആ ശരീരത്തെ ജീവിപ്പിക്കുന്ന ജീവരക്തം അതിൽ കൂടി സിരകളിൽ കൂടി ഒഴുകി. ആ ജീവരക്തത്തെ ജീവിപ്പിക്കാൻ, ജീവൻ കൊടുക്കാനായി പരിശുദ്ധാത്മാവ് വന്ന് ജീവൻ കൊടുത്തു. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അങ്ങനെ രണ്ട് ഭാഗവും ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ഒന്നിച്ചു വന്നതിന് ശേഷം ഇവൻ ശുശ്രൂഷ നടത്തുകയാണ്. നോഹയുടെ കാലത്ത് സകല മാനവരാശിയോടും മാനസാന്തരപ്പെടാൻ കൽപ്പിച്ചതുപോലെ, തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചതുപോലെ 3.5 വർഷം തൻ്റെ ശുശ്രൂഷ മുഴുവനും എല്ലായിടത്തും നടന്ന് തികച്ചു. പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഓരോരുത്തർ ഗ്രഹിക്കാനുള്ളവൻ കേട്ടു, മനംതിരിയാനുള്ളവൻ മനംതിരിഞ്ഞു. ഒടുവിൽ ഇതാ ദൈവത്തിൻ്റെ കോപം വരാൻ പോവാ. യാഗപീഠത്തെല്ലാം ഒരുക്കി കഴിഞ്ഞു. ശുശ്രൂഷ തികച്ചതോടുകൂടി ദൈവത്തിൽ നിന്ന് കോപം വരാൻ പോവാ. ഏകോടെ യാഗപീഠത്തിന്മേൽ കോപം വരാൻ പോവാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വന്നു. എവിടെ വന്നു? അവൻ്റെ ശരീരത്തിൽ വന്നു. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. തകർത്ത് കളഞ്ഞു. യാഗപീഠത്തിലിരിക്കുന്ന ഈ യാഗവസ്തു സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ദഹിപ്പിച്ച് ഇല്ലാതെ പോയതുപോലെ ഇവൻ്റെ ശരീരം ദൈവത്തിൻ്റെ കോപത്താൽ തകർന്നു പോയി. ഈ തകർന്നതിൽ നിന്ന് പുറത്തിറങ്ങിയ രക്തം, അതിലാണ് ശത്രു തോറ്റത്. ഈ തകർന്ന ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വീണ രക്തം, തൻ്റെ ദാസന്മാരുടെ രക്തം വീണതിൻ്റെ പ്രതികാരം ചോദിക്കുന്നവനാണ് ദൈവം. തൻ്റെ ദാസന്മാരുടെ രക്തം എന്ന് പറയുന്നത് ദൈവത്തിന് വിലയേറിയതാണ്. കാരണം തൻ്റെ ദാസന്മാരുടെ രക്തം നീതീകരിക്കപ്പെട്ട രക്തമാണ്, പാപമില്ലാത്ത രക്തമാണ്. അത് സാധാരണ ഈ ലോകത്തിലുള്ള നീതിമാന്മാരുടെ, ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ്റെ അത് എത്രമാത്രം നീതീകരിക്കപ്പെടും? ഇതല്ല. പിന്നെയോ, ഇവൻ്റെ ശരീരത്തെ തകർത്ത് കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം വന്ന് പാപം വഹിച്ചിരിക്കുന്ന ആ ശരീരം തകർന്നു വന്നപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ രക്തം, കുറ്റമില്ലാത്ത രക്തം. ഈ രക്തം ചൊരിയപ്പെടാൻ പാടില്ലാത്ത രക്തം. കാരണം പാപം ചെയ്യുന്ന ദേഹിയാണ് മരിക്കുന്നത്. ദൈവത്തോട് പാപം ചെയ്യുന്നവൻ്റെ രക്തമാണ് ഒഴുകേണ്ടത്, തകരേണ്ടത്, പുറത്തു വരേണ്ടത്. നോക്കിയപ്പോൾ അങ്ങനെ ഒരു പാപം ഇവൻ്റെ രക്തത്തിലില്ല. ഇവൻ ചെയ്ത പാപമാണെങ്കിൽ ഇവൻ്റെ രക്തത്തിൽ വരും. ഇവനിൽ യാതൊരു തെറ്റും ഉണ്ടായിരുന്നിട്ടില്ല. എന്നാൽ ഇവൻ്റെ ശരീരത്തിൽ പാപം ഉണ്ടായിരുന്നതാനും സകല മാനവരാശിയുടെയും പാപം. ആ രക്തം വീണു, പുറത്തേക്കിറങ്ങി. അവൻ പാതാളത്തിലിറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി. ഈ രക്തവുമായി ഉയരത്തിലേക്ക് യേശു എന്ന മനുഷ്യൻ ഉയരത്തിലേക്ക് കയറി സ്വർഗത്തിൽ കടന്നു. തൻ്റെ സ്വന്തം രക്തത്താൽ കീറിയ തിരശ്ശീലയിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചു. ദൈവത്തിൻ്റെ കോപം മാനവരാശിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ കൃപാസനത്തിൽ ഈ നിഷ്കളങ്ക രക്തം തളിച്ചു. തൻ്റെ കോപം കൊണ്ട് തകർന്ന ശരീരത്തിൽ നിന്ന് വന്ന രക്തം, ആ നിഷ്കളങ്ക രക്തം വീണപ്പോൾ തീർന്നു. മാനവരാശിയോടുള്ള കോപം തീർന്നു. മാനവരാശിയോടുള്ള എല്ലാ
എല്ലാ ന്യായവിധിയും അതോടുകൂടി നിർത്തി. ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തു. ന്യായവിധിയെല്ലാം ആ നിഷ്കളങ്ക രക്തമേറ്റു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം ഇന്നും മാനവരാശിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇത് ചിന്തിക്കുന്നത് അതിൻ്റെ തുടർന്ന് ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത വിഷയത്തിൽ ചിന്തിക്കുന്നത് ഈ ശരീരത്തിൽ മനുഷ്യത്വം ഇല്ലായിരുന്നു, ഈ ശരീരത്തിൽ മുഴുവൻ ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെന്ന് കൊള്ളും? ഇത് മുഴുവൻ ഇതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ശരീരം മുഖാന്തരമാണ് ദൈവത്തിലേക്ക് പ്രവേശനം. കാരണം ഈ ശരീരത്തിൽ വെച്ചാണ് നാമും ദൈവവും തമ്മിൽ നിരപ്പായത്. നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ വിയന്ന ഉടമ്പടി. ഓരോ സ്ഥലത്ത് വെച്ചിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. രാജ്യങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ ഉടമ്പടി കൂടി തമ്മിൽ ധാരണയിലെത്തി. ഇനി നമ്മൾ തമ്മിൽ യുദ്ധമില്ല, ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകും, ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ നമ്മൾ ഒരുമിച്ച് നേരിടും മുതലായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്ത സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സ്ഥലം പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ മാനവരാശിക്ക് സ്വർഗസ്ഥനായ ദൈവത്തോട് നിരപ്പ് വന്ന, ഉടമ്പടി ചേർന്ന ഏകസ്ഥലം ഈ ശരീരം. ആ ശരീരം എൻ്റെ സകല പാപവും വഹിച്ച ആ ശരീരം, കർത്താവ് ഒരുക്കിയ ഒരു ശരീരം. കർത്താവിനും ഏകസത്യ ദൈവത്തിനും പാപിയായ മനുഷ്യനും തമ്മിൽ ഒരുമിച്ച് കൂടാൻ ദൈവം ഒരുക്കിയ ഒരു ശരീരം. നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആ ഒരുക്കിയ ശരീരത്തിൽ ഒന്നിച്ചു കൂടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഈ ശരീരത്തിൽ വെച്ചാണ് ആ നിരപ്പ് വന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമല്ലേ? 22 വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവന്റെ മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നമ്മൾ ആരൊക്കെയായി തീരേണ്ടതിന്? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തീരേണ്ടതിന് ഈ ജഡശരീരത്തിൽ വെച്ച് നിരപ്പിച്ചു. ഇതുവരെയുള്ള പാപം എല്ലാം കഴിഞ്ഞു. ഇതിനാൽ അസ്തമിച്ചു പോയി. കാരണം ആ ശരീരം ഞാൻ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തമല്ല. പിന്നെയോ പഴയ നിയമത്തിൽ ആട്ടുകൊറ്റനെയും കാളക്കിടാവിനെയും കൊണ്ടുവന്ന് അറുത്ത് തൊലി വരിഞ്ഞ് മാംസം കഷ്ണങ്ങളാക്കി രക്തത്തെ അവിടെ ഒഴിച്ച് കളഞ്ഞ് യാഗപീഠത്തിൽ ആ മാംസം വെച്ച് ദഹിപ്പിച്ചു. ഇതുപോലെ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത ആ ശരീരം ദൈവത്തിന് മുമ്പാകെ വെച്ചു. പാപങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ കോപം വന്ന് ആ ശരീരം തകർന്നോടുകൂടി ഞാനും ദൈവവുമായിട്ട് നിരപ്പായി. കാരണം ഞാൻ പാപം ചെയ്തത്, ഞാൻ അകൃത്യം ചെയ്തത്, എൻ്റെ അസംഖ്യമായിട്ടുള്ള ലംഘനങ്ങൾ, അതിനാൽ ദൈവം ക്ഷമിച്ചു. കാരണം എൻ്റെ പാപത്തിൻ്റെ യാഗം ആട്ടുകൊറ്റനല്ല, കാളക്കിടാവല്ല ചെയ്തത്, പിന്നെയോ ക്രിസ്തുയേശു എന്ന മനുഷ്യൻ്റെ ശരീരമാകുന്നു. ആ തകർന്ന ശരീരമാണ് നിഷ്കളങ്ക ശരീരം. അതാണ് വചനം പറയുന്നത്, അവൻ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഈ ശരീരം ഒരുക്കിയിരിക്കുന്നു. ഈ ഒരുക്കിയിരിക്കുന്ന ശരീരമാണ്, അതിൽ വെച്ചാണ് നമുക്ക് നിരപ്പ് വന്നത്. അതുകൊണ്ട് അവൻ്റെ ശരീരത്തിൽ കൂടി മാത്രമാണ് നമുക്കും ദൈവത്തിനും തമ്മിൽ നിരപ്പ് വന്നത് എന്ന് നാം ഇന്ന് ധരിച്ചു കൊള്ളണം. അങ്ങനെ തകർന്ന ശരീരം വീണ്ടും 3-ാം ദിവസം ദൈവത്തിൻ്റെ ശക്തി, വിശുദ്ധിയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ആത്മാവ് അവനിലേക്ക് വന്നു.
തകർന്ന അവൻ്റെ ശരീരം ദൈവശക്തിയിൽ ഉയർത്തെഴുന്നേറ്റു. ദൈവശക്തിയിൽ ഉയർത്തെഴുന്നേറ്റു. അവൻ ദൈവപുത്രനെന്ന് നിർണയിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവൻ എങ്ങനെ ഉയർത്തുവെന്നും അവനെ കർത്താവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, അവൻ്റെ നാമത്തെ ധരിച്ചപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ ആ ആത്മാവ്, ഏതാത്മാവ്? ജനിച്ച ആത്മാവല്ല, ക്രിസ്തുയേശു മരിച്ചവിടെ ഇരുന്ന് ഉയർത്തെഴുന്നേറ്റ ആ ആത്മാവ് അവൻ എൻ്റെ പ്രാണനിൽ തന്നു. ശരീരത്തിലല്ല തന്നത്, പ്രാണനിൽ തന്നു. അതുകൊണ്ട് പാപപരിഹാര രക്തം അതിവിശുദ്ധ സ്ഥലത്ത് തളിച്ച് അത് ജനത്തിന്മേലും തളിച്ച് അവർ ജീവനുള്ളവരായി, പാപമോചനം പ്രാപിച്ചവരായി പഴയ നിയമത്തിൽ മടങ്ങുന്നത് പൂർണ്ണ സമാധാനം വരാതെ. എന്നാൽ ഈ രക്തം തളിക്കപ്പെട്ട് ഈ ജീവനെ പ്രാപിച്ച് ഈ നിരപ്പ് പ്രാപിച്ചവൻ പൂർണ്ണ സമാധാനത്തോടെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ കൃപാസനത്തിന് എടുത്ത് ചെല്ലുവാൻ തന്നെ ധൈര്യമുള്ളവരായി ഇന്ന് ക്രിസ്തീയ ജീവിതം നയിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം ഒരാളെ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരാളെ ഉള്ളൂ. അത് മനുഷ്യനായ യേശുക്രിസ്തുവാണ്. ആ മനുഷ്യനായ യേശുക്രിസ്തുവിൽ നമുക്ക് പിതാവിലേക്കും പിതാവിന് നമ്മിലേക്കും ബന്ധമുണ്ട്. കാരണം ഇവനെ കൈക്കൊണ്ട് ഇവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ജനത്തിന് ദൈവമക്കളായി തീരാൻ അധികാരം കൊടുത്തു. ദൈവത്തിന് മക്കളായി തീരാൻ അധികാരം കൊടുത്തു. അപ്രകാരം ദൈവമക്കളായി തീർന്നവരാണ്, ആ നിരപ്പ് പ്രാപിച്ചവരാണ് നാം. അതുകൊണ്ട് അവൻ്റെ ശരീരം എന്നത് ദൈവമല്ല, അവൻ്റെ ശരീരത്തിൽ ദൈവം വസിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ നാമും അതിൽ വസിക്കുന്ന ദൈവമായി നിരപ്പ് പ്രാപിക്കും. അതത്രേ ക്രിസ്തീയ വിശ്വാസം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.